വേണുവർ ഇന്ന് എൻ്റെ ഇന്നലത്തെ ഞാൻ നമുക്ക് ചർച്ച കണ്ട ഒരു സാമൂഹ്യ പ്രവർത്തക, ഞാൻ പേര് പറയുന്നത്, സാമൂഹ്യ പ്രവർത്തക എന്നെ ഫോണിൽ വിളിച്ചു. അവർ ഈ പറയുന്ന സംവിധാനത്തെക്കുറിച്ച് എന്താണ് കീഴുദ്യോഗസ്ഥർ കാണിക്കുന്ന ചില പ്രത്യേക നീക്കങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞത് ഞെട്ടിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ അതിവിടെ തുറന്നു പറയാൻ കഴിയാത്തതിന്, കാരണം ഉത്തരവാദിത്തമുള്ള ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് അത് പറഞ്ഞാൽ ഒരുപക്ഷെ സമൂഹത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിനെ ബാധിക്കുമോ എന്ന ആശങ്കയുള്ളതുകൊണ്ട് തുറന്നു പറയാത്തതാണ്. അത്തരത്തിൽ തെറ്റായ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ അതിന് ക്ലച്ച്, ഒരുപക്ഷെ താങ്കൾ പറയുന്ന പോലെ മുഖ്യമന്ത്രിക്ക് ഇതിൻ്റെ ഒക്കെയും നേർക്കുനേർ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതിന് ക്ലച്ചിടാൻ പാർട്ടി ഏർപ്പെടുത്തിയിരിക്കുന്ന ആളാണ് അവിടുത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി അല്ലേ? അദ്ദേഹം ഇതൊന്നും കാണുന്നില്ല എന്ന് വിശ്വസിക്കാൻ പറ്റുമോ ശ്രീ പി വേണുവർ? അല്ല, അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം. എൻ്റെ പ്രിയപ്പെട്ട ഹാഷ്മി ഇപ്പോൾ പറഞ്ഞല്ലോ, ഒരു പൊതുപ്രവർത്തക, അവരാരുമാകാം. ഒരു പൊതുപ്രവർത്തകൻ്റെയോ ഒരു പൊതുപ്രവർത്തകയുടെയോ പ്രശ്നമല്ല ഹാഷ്മി ഇത്. നിങ്ങൾക്ക് ഒരുപാട് പോലീസുകാരുമായിട്ട് ബന്ധമുണ്ടാവുമല്ലോ. എന്താണ് പോലീസ് സേനയിലെ താഴേക്കടയിലെ DYSP തൊട്ട് താഴേക്കുള്ളവരുടെ അവസ്ഥ? SP-മാരുടെ തന്നെ ചില കഥകൾ ഞാൻ കേട്ടു. അതിൻ്റെ ഒരു കൃത്യമായ വിവരം എനിക്ക് കിട്ടിയിട്ടില്ല. ഇന്നോ നാളെ കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്താ പോലീസുകാരുടെ സ്ഥിതി? എന്തൊരു പീഡനമാണ് ഇവർ സഹിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ കാര്യങ്ങൾ എനിക്കറിയാലോ, ഞാനത് സൂചിപ്പിച്ചതാണ്. അതായത് അടിമപ്പണി എടുക്കുക എന്നൊക്കെ കേട്ടു. ബ്രിട്ടീഷ് കാലത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ പറയുന്ന ഫാസിസത്തിൻ്റെ കാലഘട്ടത്തിലൊക്കെ, ഹിറ്റ്ലറുടെയൊക്കെ കാലഘട്ടത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിലേറെ മോശമായിട്ട് വീട്ടിൽ വളർത്തുന്ന പോമറേനിയൻ പട്ടിയുടെ വില പോലും കൊടുക്കാതെ സഹജീവികളോട് പെരുമാറി ക്രൂരമായി അവരുടെ മാനസികമായി അവരെ തകർത്ത് കളഞ്ഞ് ഈ മനുഷ്യനെ ഓർക്കുമ്പം വിറക്കുകയാണ് പല പോലീസുകാരും. ഉറക്കില്ലാത്തവരുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു നോട്ടത്തിൽ മൂത്രമൊഴിച്ചു പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു സേനയെ കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യത്തിലും ഒരു കാലഘട്ടത്തിലുമാണോ നമ്മൾ ജീവിക്കുന്നത്? 21-ാം നൂറ്റാണ്ടിൻ്റെ 21-ാം നൂറ്റാണ്ടിലല്ലേ നമ്മൾ ജീവിക്കുന്നത്? ഇവർക്കൊന്നും പറയാൻ ശേഷിയില്ല. പലരും പറയുന്നു, ചിലരൊക്കെ കരഞ്ഞുകൊണ്ട് പറയുന്നു. പക്ഷെ പുറത്ത് വരാൻ ചില ഓഫീസേഴ്സിനോടൊക്കെ ചോദിച്ചു, നിങ്ങൾ ഒന്ന് പുറത്തേക്ക് വരാൻ നിങ്ങൾക്ക് എന്താണ് ഈ ധൈര്യം? അവർക്ക് ധൈര്യമില്ല. അത്ര വലിയ പീഡനം നടന്നുകൊണ്ടിരിക്കുക. എന്നാലോ ഇവരോടൊപ്പം നിൽക്കുന്ന ഈ പറയുന്ന ഈ ക്രിമിനൽ സംഘത്തോടൊപ്പം നിൽക്കുന്നവർക്ക് എന്ത് തോന്നിയാസവും പോലീസിലാവാം. അവർക്ക് എന്തുമാകാം. അവർക്ക് മറ്റൊരു പ്രിവിലേജ്, ഒരു ഭാഗത്ത് ഏറ്റവും ഹയർ പ്രിവിലേജ്, മറ്റൊരു ഭാഗത്ത് പരിപൂർണമായ അടിമത്തം. ഇതല്ലേ പോലീസിലെ വലിയൊരു വിഭാഗം. പോലീസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ. നിങ്ങൾക്ക് ബന്ധമുള്ള ഒരു CIയോടോ SIയോടോ നിങ്ങൾ ചോദിച്ചു നോക്കൂ. ഒരു സാധാ കോൺസ്റ്റബിളിനോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ. എങ്ങനെയാണ് ഇങ്ങനെ ഈ ഒരു രീതിയിലേക്ക് കേരള പോലീസിനെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും അഭിമാനകരമായ, മനുഷ്യർ അങ്ങേയറ്റം വിശ്വസിക്കുന്ന ആ ഒരു നെയിംസേക്കുള്ള ഒരു പോലീസിനെ ഈ രീതിയിൽ എത്തിക്കണമെങ്കിൽ ഇതിനെ നിയന്ത്രിക്കുന്ന ലോ ആൻഡ് ഓർഡറിൻ്റെ DGP അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് നൊട്ടോറിയസ് ക്രിമിനൽ. ഞാനൊരു ബോധമില്ലാതെ വിളിച്ചതല്ല.